തമിഴ്നാട്ടിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. വിസികയുടെ പിന്തുണക്കത്ത് നൽകിയിട്ടില്ലാത്തതിനാൽ വിജയ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ വിസികെ പിന്തുണ അറിയിച്ച് ഗവർണർക്ക് കത്ത് നൽകി. ഭരണത്തിൽ പ്രാതിനിധ്യം വേണമെന്ന് വിസികെ ആവശ്യപ്പെട്ടതോടെയാണ് രേഖാമൂലം പിന്തുണ നൽകുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഇനി പ്രശ്നമുണ്ടോ? രേഖാമൂലം തന്നെ കത്ത് നൽകിയിട്ടുണ്ട് എന്നാണോ വിസികെ അറിയിക്കുന്നത്? രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. ഇമെയിലായി അയച്ചതാണ് കത്ത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം രാവിലെയേ ഉണ്ടാകൂ എന്ന് വിസികെ അറിയിക്കുന്നുണ്ട്. ട്വിറ്ററിലൂടെയാണ് ഈ വിവരം അറിയിച്ചത്. അതായത് 116 പേരുടെ പിന്തുണയാണ് കോൺഗ്രസ്, CPM, CPI എന്നിവയുടെ പിന്തുണ കത്ത് ലഭിച്ചതോടുകൂടി TVK ഉണ്ടായിരുന്നത്. വിസികെ കൂടി പിന്തുണ പ്രഖ്യാപിക്കും എന്ന് നേരത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിരുന്നു. എന്നാൽ വൈകിട്ടായതോടുകൂടി വിസികെ നിലപാട് മാറ്റി. വിസികെ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് സർക്കാരിൽ പങ്കാളിത്തം വേണം, മന്ത്രിസ്ഥാനം വേണം, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. അത് കഴിഞ്ഞ് കത്ത് ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. പിന്തുണ കത്ത് ഏതാണ്ട് 2 മണിക്കൂർ നേരം TVKയുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പലവട്ടം തിരുമാവളവനെ വിസികെയുടെ അധ്യക്ഷനെ വിളിച്ചിട്ടും കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ നാളെ സത്യപ്രതിജ്ഞ നടക്കില്ല എന്ന അവസ്ഥ വന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഒരു 10 മിനിറ്റ് മുൻപ് TVKക്ക് മെയിൽ വഴി ഈ ഒരു പിന്തുണ കത്ത് വിസികെ അയച്ചു നൽകിയത്. ഇത് സംബന്ധിച്ച ലോക് ഭവന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് നാളെ രാവിലെ ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്കറിയാൻ കഴിയുന്ന കാര്യം. നാളെ രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയിട്ടുണ്ടോ, അതല്ല അതേ സമയത്ത് നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 12 മണിക്ക് മുൻപ് അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ട്വിസ്റ്റുകളുടെ, നാടകങ്ങളുടെ, വീണ്ടും ട്വിസ്റ്റുകളുടെ, പിന്നെയും നാടകങ്ങളുടെ ഒടുവിൽ 118 പേരുടെ പിന്തുണ തികഞ്ഞിരിക്കുന്നു. 117 സർക്കാർ രൂപീകരിക്കാൻ ഇപ്പോൾ വേണ്ട അംഗബലം. അതിനേക്കാൾ ഒരു അക്കം തികഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഒന്ന് മാറി നിന്നിരുന്നത് വിസികെയാണ്. കാരണം പല കാര്യങ്ങളും മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ TVKയുടെ ഭാഗത്ത് നിന്നും ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കത്ത് നൽകി ഇനി പ്രശ്നമില്ല എന്ന തരത്തിലാണോ കാര്യങ്ങൾ? ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണോ, അത് ആ ഉറപ്പ് കയ്യിൽ കിട്ടിയിട്ട് തന്നെയാണോ വിസികെയുടെ നീക്കവും? അക്കാര്യം വിസികെ പറയുന്നില്ല. ഞങ്ങൾ പിന്തുണ കത്ത് ഇമെയിൽ വഴി അയച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നേരത്തെ വിസികെ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്തുണ തേടിക്കൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയും മറുപടി തരണം എന്ന് പറയുകയും എന്നാവശ്യപ്പെടുകയുമാണ് TVK ചെയ്തത്. അതെവിടുത്തെ മര്യാദയാണ് എന്ന് TVK ജനറൽ സെക്രട്ടറി ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണോ ഇമെയിൽ വഴി പിന്തുണ കത്ത് അയച്ചത് എന്ന് അറിയില്ല. എന്തായാലും എന്തൊക്കെ തീരുമാനങ്ങളുടെ, ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിന്തുണ കത്ത് വിസികെ TVKക്ക് നൽകിയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല 2 പാർട്ടിയിലെ നേതാക്കളും. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ളത് നാളെ രാവിലെ ഉണ്ടാവും. എന്നാലും ഇന്നത്തെ സ്ഥിതിക്ക് 118 പേരുടെ പിന്തുണ തികഞ്ഞിരിക്കുന്നു. വിജയ്ക്ക് മുഖ്യമന്ത്രി ആവാം. ശരി, പ്രധാനപ്പെട്ട വിവരമാണ്. നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെയാണ് അനിശ്ചിതത്വം ഉണ്ടായത്. 116 പേരുടെ പിന്തുണ മാത്രമേ തെളിയിക്കാനായുള്ളൂ എന്നാണ് ആദ്യം ലോക് ഭവൻ അറിയിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വിസികെയുടെ ഭാഗത്തു നിന്നും നിർണായകമായ അറിയിപ്പ് വരുന്നത്. പിന്തുണ അറിയിച്ചുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി അറിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഉറപ്പ് ഇനി ലോക് ഭവന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു വിശദീകരണം വന്നാൽ പിന്നെ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.